അങ്ങനെ ഞങ്ങൾ മറൈൻ വേൾഡിലേക്ക് എത്തി. പാലക്കാടുള്ള ആമി താത്തിക്ക് ഇറങ്ങാൻ കൂട്ടാക്കണില്ല. ദിനോസറിനെ കണ്ടിട്ട് പേടിച്ച് നിൽക്കണം അവള്. ഇത്ര പറഞ്ഞിട്ട് ഇങ്ങോട്ട് താത്തിക്കേ ഇറങ്ങണില്ല അവള്. പ്രതിമയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് കൊണ്ടുണ്ട്. പേടിച്ചിട്ട് അവൾ പിന്നാക്കാൻ തന്നെ പോവാണ്. ദിനോസറിനെ പോലെ തന്നെ ഉണ്ട്. സ്പോഞ്ചിൻ്റെ പല്ലും ഇതൊക്കെയാണ്. ഇവിടെ നല്ല കാഴ്ചകളും നല്ല മീനിൻ്റെ നല്ല വിസ്മയങ്ങളും മത്സ്യകന്യകളും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണുക. മാർച്ച് 21 വരെ അത്രയൊക്കെയാണ്. ആനകളുണ്ട്, മാനുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, കോഴികളുണ്ട്, എല്ലാം ഉണ്ട്. കടുവ എല്ലാം ഉണ്ട്. ആമിക്ക് ഓരോന്നിനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒക്കെ ഫോണിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പാമ്പുണ്ട്, കരടിയോ യമു, ഒട്ടകം, ജിറാഫ് ഒക്കെ ഉണ്ട്. കങ്കാരു ഉണ്ട്. എല്ലാം സൗണ്ട് ഉണ്ടാക്കണുണ്ടേ. നമുക്ക് ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു, പിന്നെ അവള് കൂളായി. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അവിടേക്ക് കയറാൻ എൻട്രി ഫീസ് എത്ര 150 റുപ്യാണ് ഒരാൾക്ക്. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മീനും തലയുടെ മുകളിൽ കൂടെ കുറേ മീനുകളുടെ ഒരു ശേഖരണം കാണാം. അമ്മേ, ഈ നോട്ടം കണ്ട പേടിയാവും. കാട്ടുപോത്ത് കുത്താൻ വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേന് ആമിക്ക് പിന്നെ പേടിയൊക്കെ മാറി. ആടുജീവിതം കണ്ടിട്ട് ഒട്ടകത്തിനൊക്കെ മനസ്സിലായി അവൾക്ക്. എന്താ അവളുടെ സന്തോഷം. ചാടിക്കളിച്ചിട്ടൊക്കെ പോണ്. മയിലിനെ നിനക്ക് കണ്ടിട്ട് ചാടിക്കളിക്കാണ്. കുറുക്കനൊക്കെ കണ്ടിട്ട് എന്നൊക്കെ പറയാല്ലാതെ കണ്ടിട്ടില്ല, ഫോണിലല്ലാതെ. കുറുക്കം പൊരിഞ്ഞ് ഓടിയിട്ടില്ല. അവൾ അതിനെ തന്നെ നോക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് മീനുകളുടെ ഇത് കാണുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എല്ലാവരും. ഇതാ നമ്മൾ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ കടലിൻ്റെ ഉള്ളിലേക്ക് പോയാൽ എന്ത് തോന്നുന്നു. കുറേ എന്തൊക്കെ മീനുകളുണ്ട്. ചന്തമുള്ള മീനുകൾ. എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റിയ സ്ഥലമൊക്കെ തന്നെ. കഴിഞ്ഞു തോന്നുന്നു സമയം. 21-ാം തീയതി വരെയുള്ളൂ.
ആമി മീനുകളെ കണ്ടിട്ട് എക്സൈറ്റ്മെൻ്റ് അടിച്ചിരിക്കുക. ഇനി ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നല്ല അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും കാണാൻ മറക്കരുത്. ബൈ.